ഈ രഥചക്രം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഉയർത്താൻ ശ്രമിക്കുന്ന കർണന്റെ അടുത്ത് ഇതാണ് അവസരം എന്ന് അർജുനോട് പറയുകയും ഇപ്പം അസ്ത്രം അയക്കാൻ പറയുകയും ചെയ്യുന്നു. അത് ധർമ്മമാണോ എന്നാണ് ചോദിക്കുക. ധർമ്മം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കോണ്ടെക്സ്റ്റ്, അവിടെ ഭഗവാൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം. അത് എല്ലാ സെൻസിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മുടെ താല്പര്യം പോലെ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്നത്, കർണൻ എപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കൺഗ്രാച്ചുലേറ്റ് ചെയ്താലും പ്രോത്സാഹിപ്പിച്ചാലും മതിയാവാത്ത കാര്യം. അദ്ദേഹം ഒരു ഗ്രേറ്റ് വാരിയർ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, എല്ലാ മനുഷ്യർക്കും പ്ലസും മൈനസും ഉണ്ട്. കർണനും പ്ലസുകൾ ഒരുപാടുണ്ട്, അദ്ദേഹത്തിന് മൈനസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അദ്ദേഹം പറഞ്ഞ ചില പോയിന്റ്സ് നമ്മൾ അങ്ങനെ വല്ലാതെ വായിച്ചു പോകാറില്ല. അപ്പൊ മഹാഭാരതം വായിക്കുകയാണെങ്കിൽ ഇപ്പൊ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അദ്ദേഹത്തോട്, കർണനോട് ദ്രൗപദി ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര ധർമ്മിഷ്ഠനായിട്ടുള്ള ആളല്ലേ, എന്നെ ഈ ചെയ്തത് നീ കാണുന്നില്ല, നിന്റെ സുഹൃത്തുക്കളല്ലേ ഈ ചെയ്യുന്നത്, നിനക്ക് ഇതിനെ എതിർത്ത് സംസാരിച്ചൂടെ എന്ന് പറയുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പും കർണൻ പറയുന്നത്, നിന്നോട് ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള അധർമ്മവും ഇല്ല, കാരണം 5 പുരുഷന്മാരോടൊപ്പം കഴിയുന്ന സ്ത്രീ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് കർണൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. രണ്ടാമത് അഭിമന്യുവിനെ വധിക്കുന്ന സമയത്തും കർണൻ നിശബ്ദത പാലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യരുത്, ധർമ്മത്തെ വ്യാഖ്യാനിക്കരുത്. ഈ സമയത്ത് എൻ്റെ കയ്യിൽ ആയുധമില്ല, ഞാൻ രഥചക്രം പൊക്കുകയാണ്, ഇപ്പൊ എന്നെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ജീവിതത്തിലുടനീളം ധർമ്മം അനുസരിച്ച ആളാവണമായിരുന്നു. ഭഗവാൻ കർണനോട് തന്നെ പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യരുത്, ധർമ്മത്തെ വ്യാഖ്യാനിക്കരുത്. നമുക്ക് പ്ലസ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം ധർമ്മത്തെ എടുക്കുകയും ബാക്കിയുള്ള സമയത്തൊക്കെ അതിനെതിരെ നിൽക്കുന്നതും ശരിയായിട്ടുള്ള രീതിയല്ല. ഇതിൽ കർണൻ കൺവിൻസ്ഡ് ആണെന്നുള്ളതാണ് പ്രശ്നം. ഇന്നത്തെ നമ്മുടെ കർണൻ ഫാൻസ് അത് സമ്മതിക്കില്ലെങ്കിലും കർണൻ കൺവിൻസ്ഡ് ആവുന്നുണ്ട് ഭഗവാന്റെ ആ മറുപടിയിൽ. ഇവൻ കർണന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഉദകക്രിയ ചെയ്യുന്നത്, ചിതയ്ക്ക് തീ കൊടുക്കുന്നതൊക്കെ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ തന്നെ യുദ്ധത്തിന് മുമ്പായിട്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരാം, അങ്ങാണ് പിന്നീട് രാജാവ് എന്ന് പോലും പറയുന്നുണ്ട്. ദ്രൗപദിയിൽ പോലും ഒരു അവകാശം ഉണ്ടാവും, കാരണം പാണ്ഡവരുടെ ഭാര്യയാണ് ദ്രൗപദി. അപ്പൊ അവിടെ കർണൻ പറയുന്നത്, അവിടെയാണ് കർണൻ ഗ്രേറ്റ് ആവുന്നത്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ നോക്കാൻ ദുര്യോധനെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെ, എല്ലാരും അവഹേളിച്ച സമയത്ത്, എന്നെ മാറ്റി നിർത്തിയ സമയത്ത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം ഇത് അധർമ്മമാണെന്ന്, പക്ഷെ എന്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അത് വലിയൊരു മനസ്സുള്ള ആൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കാന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ധർമ്മം ഉണ്ട്. അവിടെ നോക്കൂ, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും പൊതുവായിട്ടുള്ള ധർമ്മം വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിന്റെ ഒരു ദൃഷ്ടാന്താണ് കർണന്റെ മരണത്തിലൂടെ നമ്മൾ കാണേണ്ടത്. കാരണം തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്, വലിയൊരു വാരിയറാണ്, സൂര്യന്റെ പുത്രനാണ്, അതിന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും, അല്ലെ, ഏറ്റവും അധികം സ്കില്ലുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം